നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ ബി പിള്ളൈ, ഡയറക്ടർ കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ, ചിന്മയ ലൈൻ, ആയുർവേദ കോളേജിന് പുറകുവശം, തിരുവനന്തപുരം 1. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ ഞരമ്പ് രോഗം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ രീതിയിലുള്ള ഞരമ്പുകൾക്കും, പിന്നെ അതുപോലെ നമ്മുടെ ബ്രെയിൻ ആൻഡ് നെർവസ് സിസ്റ്റം. കാരണം ഈ ഞരമ്പെല്ലാം ആരംഭിക്കുന്ന ബ്രെയിനിൽ നിന്നാണ്. അപ്പോൾ ബ്രെയിനിൽ നിന്ന് ആരംഭിക്കുന്ന ഞരമ്പുകളാണ് അത്. പിന്നെ ഈ സ്പൈനൽ കോഡ് എന്ന് പറയും, എന്ന് പറഞ്ഞാൽ ഞരമ്പ്, മെയിനായിട്ടുള്ള ഞരമ്പ് അത് ബ്രെയിനിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതാണ് നമ്മുടെ ബോഡിയിൽ 2 വശത്തും നമ്മുടെ എല്ലാ അവയവങ്ങൾക്കും സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് ആ ഞരമ്പുകൾ പിന്നെ ലെഫ്റ്റിലും റൈറ്റിലും ഒരുപോലെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കൈ അനക്കണമെങ്കിൽ തന്നെയും ഞരമ്പിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. അപ്പോൾ ഈ ഞരമ്പിനെ ബാധിക്കുന്ന ഒരുപാട് സോക്കേടുകളുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ചെറുത് 1-2 പറയാം. ഈ ഹാർട്ട് ഡിസീസ്, പ്രത്യേകിച്ച് BP കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തലച്ചോറിനെ ബാധിക്കും. കാരണം BP അമിതമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാവും. ഈ രക്തസ്രാവം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ബ്ലോക്ക് ഉണ്ടാവും. ബ്ലോക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ദ റിസൾട്ട് ഈസ് ഈ സ്ട്രോക്ക് നമ്മൾ പറയും. ഒരു സൈഡ് അല്ലെങ്കിൽ 2 സൈഡും മരവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം എന്തുമാത്രം പ്രാധാന്യം BP കൊണ്ടെന്ന് ആലോചിച്ചോണം. ഇതുപോലെ തന്നെ നമുക്ക് ഡയബറ്റീസ് കൺട്രോൾഡ് അല്ലെങ്കിൽ ഇത് ഞരമ്പിനെ എപ്പോഴും ബാധിക്കും. അപ്പോൾ ഇതെങ്ങനെ ബാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ഷുഗർ കൂടും. ബ്ലഡ് ഷുഗർ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനത് കുഴപ്പമുണ്ടാക്കും. അങ്ങനെ അത് തലച്ചോറിന് അതിൻ്റെ ആയി കഴിഞ്ഞാലും അതിൻ്റെ റിസൾട്ടീസ് പറഞ്ഞു കഴിഞ്ഞാൽ അതും സ്ട്രോക്ക് തന്നെയാണ്. ഏതെങ്കിലും ഒരു സൈഡ് സംഭവിക്കും, അല്ലെങ്കിൽ 2 സൈഡ് സംഭവിക്കും, അല്ലെങ്കിൽ മുഴുക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബ്ലഡ് പ്രഷറും ഈ ഡയബറ്റീസും നിസ്സാരക്കാരനല്ല. അതുകൊണ്ട് നമ്മൾ തുടക്കത്തിൽ തന്നെ നല്ലൊരു ക്വാളിഫൈഡ് ഡോക്ടറെ അടുത്ത് പോയിട്ട് അവരുടെ ഉപദേശം വേണം. അത് മാത്രമല്ല, ഈ ഡയബറ്റീസുകാർക്ക് ഏറ്റവും ഉള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ പ്രധാനമായിട്ട് പറയും ഡയബറ്റിക്സ് ന്യൂറൈറ്റിസ് എന്നാണ് പറയുന്നത്. അപ്പം ഈ ഞരമ്പിൽ ബാധിച്ചിട്ട് ഈ സെൻസേഷൻ പൊതുവെ കുറയും. നമ്മുടെ കയ്യിലായാലും കാലിലായി കഴിഞ്ഞാൽ ശരീരത്തിന് മുഴുക്ക സെൻസേഷൻ കുറയും. അതുപോലെ അത് കണ്ണിനെ അത് എഫക്റ്റ് ചെയ്യും. എല്ലാ അവയവങ്ങളെയും എഫക്റ്റ് ചെയ്യും. കൂടുതലായിട്ട് കണ്ണിനെ എഫക്റ്റ് ചെയ്യും. ചില ആൾക്ക് ഡയബറ്റീസ് കൂടിക്കഴിഞ്ഞിട്ട് കാഴ്ചശക്തി വരെ നഷ്ടപ്പെടുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, പിന്നെ അത് ഏറ്റവും കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ ആയാലും പുരുഷനായാലും അതിൻ്റെ ലൈംഗിക ശേഷി വളരെ കുറയും. ഞാൻ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുമാണ് ഈ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, അതായത് ഈ ലൈംഗിക ഉത്തേജനം ഇല്ലാതെ വരിക. അത് ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് ഡയബറ്റിക്സ് പേഷ്യൻ്റാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് വരെയും ഡയബറ്റീസ് വരുന്നൊരു കാലമാണിത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം വരുന്നത് നമ്മുടെ ഡയറ്റിൽ നിന്നും, പിന്നെ പല കാരണങ്ങൾ വരും. പാരമ്പര്യമാണെങ്കിൽ തന്നെ അതൊരു പ്രാധാന്യം കൊടുക്കാതിരിക്കാം. പാരമ്പര്യമായിട്ടും അത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ, അപ്പോൾ ഇതിന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ ഒരു സൈഡ് തളർന്നു കഴിഞ്ഞാൽ അത് ഹെമിപ്ലേജിയ എന്ന് പറയും. ഹെമിപ്ലേജിയ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡ് കൊണ്ട് തളരുക, അല്ലെങ്കിൽ 2 സൈഡ് തളരുക, ഹെമിപ്ലേജിയ. പിന്നെ പാരാപ്ലേജിയ എന്ന് പറയും. പാരാപ്ലേജിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇളിക്ക് താഴെ തളർച്ച വരിക. പിന്നെ കോട്രാപ്ലേജിയ എന്ന് പറയും. കോട്രാപ്ലേജിയ എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ സംഭവിക്കുന്നത് ഈ കഴുത്തിനവിടെ ഞരമ്പ് മുറിയുന്നത് കൊണ്ടാണ് കോട്രാപ്ലേജിയ. ഈ കോട്രാപ്ലേജിയ എന്ന് പറഞ്ഞാൽ കഴുത്തിന് താഴെ സ്തംഭിച്ച് വരും. അത് കൂടുതലും വരുന്ന ആക്സിഡൻറ്റ് കേസുകളാണ്. അല്ലാതെ തന്നെ വരുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ് പാരാപ്ലേജിയ ഒരു സൈഡിൽ 2 സൈഡിൽ അത് കോമൺ ആണ്. BP കൂടിയാലും വരാം, ഡയബറ്റീസ് കൂടുതലും വരാം. പിന്നെ വേറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞരമ്പിൻ്റെ പ്രവർത്തനം, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാ അവയവത്തിനെയും നമുക്ക് ബാധിക്കും. അപ്പോൾ ഇതിന് ഏറ്റവും നമുക്ക് പിന്നെ പ്രധാനമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ ആവശ്യമായിട്ടുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും അവർ തരും. പക്ഷെ നിങ്ങൾ സെൽഫ് ട്രീറ്റ്മെൻറ്റ് ഒരിക്കലും ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ചെയ്യാൻ പാടില്ല.
പിന്നെ ഇതിൻ്റെ ഏറ്റവും എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരുപാട് വൈദ്യശാസ്ത്രം കൂട്ടിച്ചേർത്ത് പിന്നെ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറാണ്. അതുകൊണ്ടാണ് ഹോളിസ്റ്റിക് മെഡിസിൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ളത്, പിന്നെ നമുക്ക് ഇത് ഏറ്റവും കൂടുതൽ വരുന്നത് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കൊണ്ടാണ്. ഞാൻ നിങ്ങളുടെ അറിവിന് വേണ്ടി പറയുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ വൈറ്റമിൻ D ഡെഫിഷ്യൻസി വരുന്നത് കൊണ്ട് ഈ ഞരമ്പിനെ ബാധിക്കും. പിന്നെ ഞരമ്പിനെ ബാധിക്കുന്ന എല്ലാ വൈറ്റമിൻസും നമുക്ക് ഞരമ്പിന് ആവശ്യമാണ്. പ്രത്യേകിച്ച് വൈറ്റമിൻ A, അതുപോലെ എല്ലാ വൈറ്റമിൻസും, പ്രത്യേകിച്ച് ഈ വൈറ്റമിൻ B12 വളരെ പ്രധാനമാണ്. അത് നിങ്ങളൊരു ഡോക്ടറെ ഈ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് കഴിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ സെൽഫായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ ഇതിലൊന്നും കെട്ടില്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യൂപഞ്ചർ എന്ന് പറയും. അക്യൂപഞ്ചറിൻ്റെ കാര്യം ഒരു 2 വാക്ക് അതുകൂടെ പറയാം. അപ്പോൾ അക്യൂപഞ്ചർ ട്രീറ്റ്മെൻറ്റ് ഇതിന് വളരെ എഫക്റ്റീവാണ്. അതിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആക്ഷൻ ബ്രെയിൻ ആൻഡ് നെർവസ് സിസ്റ്റമാണ്. പക്ഷേ പിന്നെ ഈ ഉദാഹരണം അക്യൂപഞ്ചർ അനസ്തേഷ്യ എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട്. നമുക്ക് ബോധം കെടുത്താതെ സർജറി, അതായത് ഒരു പേഷ്യൻറ്റിനെ ബോധം കെടുത്താതെ നമുക്ക് സർജറി ചെയ്യാൻ സാധിക്കും. ദ പേഷ്യൻ്റ് ഈസ് കോൺഷ്യസ് ത്രൂ ഔട്ട് ദ സർജറി ബട്ട് ഡസൻറ്റ് ഫീൽ ദ പെയിൻ. സർജറിയുടെ അവസാനം വരെയും പിന്നെ പേഷ്യൻ്റ് ഒന്നും അറിയാൻ പറ്റില്ല, പിന്നെ വേദന അറിയത്തില്ല. അപ്പോൾ ആ സർജറി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഡോക്ടറായിട്ട് വർത്തമാനം പറയാം, വെള്ളം കുടിക്കുക, എല്ലാം ചെയ്യാം. പക്ഷെ അത് ഈ ലീഗലായിട്ട് മറ്റു രാജ്യക്കാരും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ചൈന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ അക്യൂപഞ്ചർ അനസ്തേഷ്യ പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചൈനയിൽ പോയി ഇത് പഠിച്ചത്. അപ്പോൾ അത് വളരെ എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ്. ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ കണ്ട് അക്യൂപഞ്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹെമിപ്ലേജിയ, പാരാപ്ലേജിയ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അതേസമയം ഞരമ്പ് മുറിഞ്ഞതാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ പറയാവുന്നത് ഞരമ്പിനെ അഫക്റ്റ് ചെയ്യുന്നതായതുകൊണ്ട്, ഇപ്പോൾ ഉദാഹരണം ഈ ഊമകൾക്ക് ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അക്യൂപഞ്ചറിൽ. അത് 85% ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അതിശയം തോന്നും. കാരണം ഈ ഞരമ്പ് അവിടെയുണ്ട്, അത് പ്രവർത്തനരഹിതം. അപ്പോൾ അതിന് ഏതെങ്കിലും രീതി ഉത്തേജിപ്പിച്ച് കഴിഞ്ഞാൽ ആ പേഷ്യൻറ്റിന് പിന്നെ കേൾക്കാനും വർത്തമാനം പറയാൻ പറ്റും. അതായത് ജന്മനാ